ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് തേങ്ങയൊന്നും അരയ്ക്കേണ്ടാത്ത ഒരു വെള്ള കടലക്കറിയുടെ റെസിപ്പി ഉണ്ടല്ലോ. അതിനായിട്ട് കുറച്ച് കടല ഞാൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് കടല ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്, അതായത് ലാസ്റ്റ് ചേർക്കാനായിട്ടാണ്. ഇനി ഒരു പാൻ വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കടുകും പൊട്ടിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക് ഇത്രയും ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി, ഉള്ളി, ഇഞ്ചി എല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കി പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ആ ഒരു പച്ച മണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. നമുക്ക് ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പം പ്രത്യേക ഒരു മണവും അതേപോലെ തന്നെ കറിക്കൊരു കളറും കിട്ടും. നമ്മളെ പൊടികളെല്ലാം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കടലയും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന കടല ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മൾ കടല അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ഞാൻ കടലയിൽ ചേർത്തത് കൊണ്ട് ഇനി ഇതിൽ ചേർക്കുന്നില്ല. അതായത് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കുക. നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് ആ ഒരു ജാറ് കഴുകി ആ വെള്ളം മാത്രമേ ഞാൻ ഇതിൽ ചേർക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് വെള്ളമൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. നമുക്കിനി വെള്ളം വേണമെങ്കിൽ അതിൽ ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇത്ര കറി ഒന്ന് കുറുകിയിരിക്കണം, അതിനാവശ്യമായുള്ള വെള്ളമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മളെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ കടലക്കറിയാണ്. ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.